അങ്ങനെ സംസാരം സ്മൂത്തായി സാധിക്കാത്ത ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇന്ന് പോയിട്ട് എന്ത് ചെയ്യാ അറിയോ, നിനക്ക് എന്തൊക്കെയാണോ എന്നോട് പറയാനുള്ളത്, പ്രൊഫൈസ് കഴിഞ്ഞ് വരല്ലേ, നീ അതൊക്കെ ഒന്നിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാറോ, മുഖത്തേക്ക് നോക്കി 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ അണ്ട് ഇരിക്കുക. അപ്പോൾ അവർക്ക് പറയാനുള്ളത് മുഴുവനും മനസ്സ് തുറന്ന് പറയും. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ മുഴുവൻ മനസ്സ് തുറന്ന് പറയാം. പറയുമ്പോൾ ഇടപെടരുത്, സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇടപെടരുത്. തുറന്ന് ആ പറഞ്ഞ് തീരുമ്പോൾ എന്താ അറിയോ, നമുക്ക് പരസ്പരം മനസ്സിലാകും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തൽക്കാലം ആ സംസാരത്തിൽ സെറ്റിൽ ചെയ്യാം. ഇനി നമ്മൾ പഴയതൊന്നും പറയണ്ട എന്നൊരു തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. എന്തൊരു മാനസിക പ്രയാസമാണോ അനുഭവിക്കുന്നത്, ആ പ്രയാസം സെറ്റിൽ ചെയ്യുമ്പോൾ മാത്രമേ സ്മൂത്തായി നമുക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ ആ പ്രശ്നങ്ങളിലേക്ക് എപ്പോഴും സംസാരം പോകും. അത് വീണ്ടും സംവാദങ്ങളിലേക്കും വാഗ്വാദങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും വരികയാണ് ചെയ്യുക. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ ആദ്യം സെറ്റിൽ ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിശാലമായി തുറന്ന് സംസാരിക്കാൻ ഒരവസരം ജീവിതത്തിൽ ഉണ്ടാക്കിയാൽ പിന്നീടുള്ള സംസാരങ്ങളും കമ്മ്യൂണിക്കേഷനും ഒക്കെ എന്ത് ചെയ്യുമെന്നറിയോ, നന്നായി തീരും. ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഈ സംസാരം ആദ്യഘട്ടത്തിൽ നമ്മൾ സ്പീച്ച് തെറാപ്പി ഒക്കെ കൊടുക്കണ പോലെ എപ്പോഴും വഴക്കുണ്ടാക്കിയ ആൾക്കാർ ഇനി സംസാരിച്ച് തുടങ്ങണമെങ്കിൽ അതിനൊരു ചെറിയ പരിശീലനം വേണം. എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പരസ്പരം സംസാരിച്ച് നിങ്ങൾ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് എത്തലായിരിക്കും നന്നായിരിക്കാം. പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ടുള്ള ഒരു ആശയവിനിമയം സാധ്യമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.